Hello, welcome to my channel. 1 kg വെയിറ്റ് വരുന്ന ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണിന്ന്. അതിനായി 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ ബേക്ക് ചെയ്തെടുത്ത ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് എടുത്തിട്ടുണ്ട്. അത് 3 ലെയറായി കട്ട് ചെയ്തെടുക്കുക. ഇനി കേക്ക് ഐസിങ് ചെയ്യാനായി തുടങ്ങാം. അതിനായി 10 ml മുകളിലൊരു കേക്ക് ബോർഡ് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലായി കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി ഫസ്റ്റ് ലെയർ കേക്ക് അതിൽ മുകളിൽ വെച്ചെടുത്ത് ഷുഗർ സിറപ്പ് കൊണ്ട് വെൽറ്റ് ചെയ്യാം. ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നത് 1 കപ്പ് പഞ്ചസാരയിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. തണുപ്പിച്ചതിന് ശേഷം കേക്കിൽ ഉപയോഗിക്കാം. വെൽറ്റ് ചെയ്തതിന് ശേഷം വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്ത് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ചോക്ലേറ്റ് കേക്കിന് ഉപയോഗിക്കുന്ന വിപ്പിംഗ് ക്രീമിൽ 1/4 കപ്പ് ഗനാഷും കൂടി ചേർത്ത് കൊടുത്ത് വിപ്പ് ചെയ്തെടുക്കണം. ഇനി അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുത്ത് ഷുഗർ സിറപ്പ് കൊണ്ട് വെൽറ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിൽ ക്രീം വെച്ച് ലെവൽ ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിലായി കുറച്ച് റോസ്റ്റഡ് പീനട്ട് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ലാസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്ത് ഷുഗർ സിറപ്പ് കൊണ്ട് വെൽറ്റ് ചെയ്തെടുക്കാം. ഇനി കേക്കിനെ ഫുള്ളായിട്ടൊന്ന് ക്രീം വെച്ചിട്ട് ക്രം കോട്ട് ചെയ്തെടുക്കാം. ഇനി ഫ്രിഡ്ജിൽ വെച്ച് 15 മിനിറ്റ് തണുപ്പിച്ചെടുക്കാം. 15 മിനിറ്റിന് ശേഷം കേക്ക് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഫൈനൽ കോട്ട് ചെയ്തെടുക്കാം. കേക്കിൻ്റെ മുകളിൽ സൈഡിലായി കട്ട് ചെയ്ത് തന്നെ ക്രീം വെച്ച് സ്പാച്ചില ഉപയോഗിച്ചിട്ട് ഫിനിഷ് ചെയ്യാം. കേക്കിൻ്റെ സൈഡിലായി സ്ക്രാപ്പർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. സ്ക്രാപ്പർ ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ സൈഡൊക്കെ ഫിനിഷായി കിട്ടും. കേക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ഇത് 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലായി ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. ഗനാഷ് ഉണ്ടാക്കുന്നത് 1/2 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതിലേക്ക് 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്ത് ഡബിൾ ബോയിൽ മെത്തേഡിൽ മെൽറ്റ് ചെയ്തെടുക്കാം. ഗനാഷ് തണുത്തതിന് ശേഷം വേണം കേക്കിന് മുകളിൽ ചേർത്ത് കൊടുക്കാൻ. ഗനാഷ് പൈപ്പിംഗ് ബാഗിൽ ഒഴിച്ച് സൈഡിലൂടെ ട്രിപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഗനാഷ് സെറ്റാകാൻ വേണ്ടി ഫ്രിഡ്ജിലേക്ക് മാറ്റാം. 10 മിനിറ്റിന് ശേഷം കേക്ക് പുറത്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ റോസറ്റോ നോസിൽ ഉപയോഗിച്ചിട്ട് റോസറ്റോ ഫ്ലവർ ഡിസൈൻ ചെയ്തെടുക്കാം. ഈ നോസിൽ ഉപയോഗിച്ച് അതിൻ്റെ താഴെ ബോർഡറും കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.